പ്രിയപ്പെട്ടവരെ, നമസ്കാരം. യമൻ ജയിലിൽ വധശിക്ഷ കാത്തുകഴിയുന്ന നിമിഷപ്രിയയുടെ ഭാവി എന്താണ്? ഇന്ന് മലയാളി ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതും ചർച്ച ചെയ്യുന്നതും അത് മാത്രമാണ്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 16-ാം തീയതി, നിമിഷപ്രിയയുടെ വധശിക്ഷ യമൻ കോടതി തീരുമാനിച്ചിരുന്നതാണ്. വല്ലാത്ത ഒരു മാനസിക സംഘർഷാവസ്ഥയിലാണ് മലയാളി ലോകം അതിനെ അഭിമുഖീകരിച്ചത്. അതെങ്ങനെ ഒഴിവാക്കാൻ കഴിയും? ഒഴിവാക്കുന്നതിനു വേണ്ടി അല്പസാവകാശം എങ്ങനെ ലഭിക്കും? ഈ 16-ാം തീയതി എന്ന ഒന്നൊഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് എന്തെല്ലാം മാർഗങ്ങൾ മനുഷ്യ സഹജമായി ചെയ്യാൻ കഴിയും എന്ന് ചിന്തിച്ച ഒരു സമയമാണ് നമ്മൾ കഴിഞ്ഞുപോയത്. നമുക്കറിയാം, രാഷ്ട്രീയമായി അങ്ങേയറ്റം മോശപ്പെട്ടുള്ള ഒരു അവസ്ഥയിലാണ് യമൻ. അവിടെ പ്രത്യേകിച്ച് വടക്കൻ യമനിൽ ഹൂതികളാണ് ഭരണം നടത്തുന്നത്. ഇസ്ലാമിക അതിമൗലികവാദ ഗ്രൂപ്പുകളിൽ ഏറ്റവും കാലഘട്ടത്തിന് യോജിക്കാത്ത വിധം പിറകിൽ നിൽക്കുന്ന ഒരു വിഭാഗമാണ് ഹൂതികൾ. അവരുടെ പ്രവൃത്തികൾ വളരെ നിഗൂഢമാണ്. ശരീഅത്ത് നിയമത്തെ അവർ അവലംബിക്കുന്നെങ്കിൽ തന്നെയും അവിടെ എങ്ങും ഒരു കോംപ്രമൈസിനും കാലഘട്ടത്തിനനുസരിച്ച് തയ്യാറാകാത്ത ഒരു വിഭാഗമാണ് ഹൂതികൾ. അവരുടെ പിടിയിൽ അമർന്നിരിക്കുന്ന യമന്റെ ഈ വടക്കൻ ഭാഗം, സനായി ഉൾപ്പെടെയുള്ള ആ പ്രദേശങ്ങൾ, അവിടെ എന്ത് സംഭവിക്കുന്നു, ഏത് തരത്തിൽ സംഭവിക്കുന്നു എന്ന് ആർക്കും നിർവചിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഈ നിമിഷപ്രിയയുടെ കേസ് സംഭവിക്കുന്നതും ജയിലിൽ അകപ്പെടുന്നതും ഈ വടക്കൻ പ്രവിശ്യയിലാണ്. നിമിഷപ്രിയയുടെ പാർട്ട്ണറായി പ്രവർത്തിച്ചിരുന്ന തലാൽ അബ്ദുൽ മഹ്ദി എന്ന് പറയുന്ന യമനി പൗരനെ അവർ കൊലപ്പെടുത്തിയതാണ് കേസ്. ആ കേസിൽ നിമിഷപ്രിയയ്ക്ക് അവിടുത്തെ ഉന്നത കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു. ആ വധശിക്ഷയുടെ വളരെ സംഘർഷം നിറഞ്ഞ നാളുകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ തലാൽ എന്ന ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടെങ്കിലും അതിദാരുണമായ, നമുക്ക് കേട്ടിരിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഒരു കൊലപാതകമാണ് അവിടെ നടന്നത്. നിമിഷപ്രിയ എന്തോ മെഡിസിൻ കുത്തിവെച്ചിട്ട് അയാളെ മയക്കുകയും ആ മെഡിസിന്റെ ഡോസ് വർദ്ധിച്ചതിനാൽ അയാൾ മരണപ്പെടുകയാണ് ചെയ്തത്. പിന്നീട് അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി അവർ കണ്ടെത്തിയ മാർഗം, ആ ശവശരീരം 100-ലേറെ കഷണങ്ങളായി വെട്ടി നുറുക്കി വാട്ടർ ടാങ്കിൽ സൂക്ഷിക്കുകയോ മറ്റും ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ബാഡ് സ്മെല്ല് പുറത്തേക്ക് വന്ന് ജനമറിഞ്ഞ് അങ്ങനെയാണ് ഈ നിമിഷപ്രിയ അറസ്റ്റിലാകുന്നത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ സംഭവം കഴിഞ്ഞിട്ട് ഏകദേശം 8 വർഷത്തോളമാകുന്നു. ഈ 8 വർഷമായി ഈ തലാലിന്റെ കുടുംബത്തിന്റെ ഒരു വേദനയായി അതവിടെ നിലനിൽക്കുകയാണ്. അതൊരു സാധാരണ മരണമായിരുന്നില്ല. ഒരു കൊലപാതകം എന്നതിനപ്പുറം
ആ ശരീരം വെട്ടി നുറുക്കപ്പെട്ട് അത് ചീഞ്ഞ് അഴുകിയ നിലയിലാണ് ആ കുടുംബത്തിന് ലഭിച്ചത്. അത് അവരിൽ ഉണ്ടാക്കാവുന്ന സ്വാഭാവികമായ മാനസിക സംഘർഷം നാം ഒന്ന് ഊഹിച്ചു നോക്കുക. ഇത്തരമൊരു സംഭവം നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിച്ചു വിടുക. നമ്മളിൽപ്പെട്ട, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളിനാണ് ഈ അനുഭവം ഉണ്ടായതെങ്കിൽ ആ ഒരു വിഷമം നമ്മളെ എത്ര കാലം കഴിഞ്ഞാലും നമ്മളെ വിട്ടുമാറുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അതോടൊപ്പം തന്നെ ആ ക്രൂരമായ കൃത്യം നടത്തിയ കുറ്റവാളി അവരുടെ നാട്ടിൽ ജയിലിൽ തന്നെ കഴിയുകയുമാണ് ജീവനോടുകൂടി. സ്വന്തം ഭാഷയല്ലാത്ത, സ്വന്തം വിശ്വാസമല്ലാത്ത, സ്വന്തം ദേശമല്ലാത്ത ഒരാൾ തങ്ങളുടെ കുടുംബാംഗത്തെ ഈ തരത്തിൽ ദാരുണ കൊല നടത്തിയിട്ട് ആ നാട്ടിലെ ജയിലറയിൽ തന്നെ കഴിയുമ്പോൾ അത് ആ കുടുംബാംഗങ്ങളിൽ ഉണർത്തിക്കൊണ്ടിരിക്കുന്ന ഓർമ്മകൾ എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ കേസും അതിൻ്റെ നടപടിക്രമങ്ങളും അതിൻ്റെ ട്രയലുമൊക്കെ നടക്കുമ്പോൾ ഇതെല്ലാം ഈ കുടുംബാംഗങ്ങളെ, ഈ തലാൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മിത്രങ്ങളെ, ഭാര്യയെ, കുടുംബത്തെ എല്ലാം തന്നെ ഈ വിഷയം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതെല്ലാം അവരിൽ ഉണ്ടാക്കുന്ന ഒരു മാനസിക നില ആ കുറ്റവാളിക്ക് ശരിയായ ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ്. എത്ര കോടി ദയാധനം കിട്ടിയാൽ തന്നെയും അതിനൊന്നിനും വേണ്ടി ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാനോ മാപ്പ് കൊടുക്കുവാനോ അവർക്ക് കഴിയാത്ത ഒരു മാനസികാവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ മലയാളികൾ ഏതാണ്ട് ഒന്നടങ്കം തന്നെ ഒരു കൃത്യമായ ഗവൺമെന്റ് ഇല്ലാത്തതിന്റെ പേരിൽ, നിലവിലുള്ള ഹൂതി ഗവൺമെന്റിനെ നമ്മുടെ രാജ്യം അംഗീകരിക്കാത്തതിന്റെ പേരിൽ ഒരു നയതന്ത്ര ശ്രമം നടത്താൻ ഇന്ത്യ ഗവൺമെന്റിന് കഴിയില്ല. അവിടെ ഇന്ത്യൻ എംബസി ഇല്ല. മറ്റ് എംബസികളിലൂടെ അതിനുള്ള ശ്രമം നടത്താൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളിലുണ്ട്. അവിടെയാണ് ഇതിൽ ഇടപെട്ട കാന്തപുരം അബൂബക്കർ മൗലവിയെ പോലെയുള്ള ഒരാളിന്റെ പ്രസക്തി. അദ്ദേഹം പറയുകയുണ്ടായി, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ എൻ്റെ വിശ്വാസ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ ഒരു ധർമ്മമാണ് ഇതിൽ ഇടപെടുന്നത്. ഇതിനെനിക്ക് മതമില്ല, ജാതിയില്ല, വേറെ ഒരു തരത്തിലുള്ള ചിന്തയുമില്ല. എൻ്റെ ധർമ്മം, എന്നെ എൻ്റെ മതം പഠിപ്പിച്ചത് മനുഷ്യന് വേണ്ടി നന്മ ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു കർത്തവ്യമാണ് താൻ ചെയ്തതെന്ന് കാന്തപുരം അബൂബക്കർ മൗലവി പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മേഖലയിലൂടെ, അദ്ദേഹത്തിന്റെ ആത്മീയതയുടെ മേഖലയിലൂടെ ഉള്ള ആ പരിശ്രമം അതാണ് ഫലം കാണുകയും ഈ വധശിക്ഷ തൽക്കാലം മരവിപ്പിക്കുവാൻ ഇടയാവുകയും ചെയ്തത്. നാം ഒരു കാര്യം മനസ്സിലാക്കണം. യമനികളെ പോലെയുള്ള ഒരു വിഭാഗം, അവരൊക്കെ മതത്തിന്റെ കാര്യത്തിൽ, വിശ്വാസത്തിന്റെ കാര്യങ്ങളിൽ അടിയുറച്ച സമൂഹമാണ്. അപ്പോൾ അവരുടെ ഏതു വൈകാരികമായ തീരുമാനത്തെയും ഏതെങ്കിലും തരത്തിൽ മാറ്റാൻ കഴിയുമെങ്കിൽ അതവരുടെ വിശ്വാസത്തിന്റെ മേഖലയിലൂടെ മാത്രമേ കഴിയൂ. അതാണ് കാന്തപുരം ഉസ്താദ് അദ്ദേഹത്തിന് സമാനനായ ഒരു വലിയ പണ്ഡിത ശ്രേഷ്ഠനെ അതിനകത്ത് ഇടപെടിയിച്ചുകൊണ്ട് ഒരു മധ്യസ്ഥാശ്രമം നടത്താൻ തുനിഞ്ഞത്. അങ്ങനെ മാത്രമേ അതിനൊരു ഓപ്പണിംഗ് ഉള്ളൂ സത്യത്തിൽ. അല്ലാതെ മറ്റൊരു പോംവഴി എവിടെയും കാണാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ലോക രാജ്യത്തിനോ അല്ലെങ്കിൽ ആ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിക്കോ ഇടപെട്ട് പരിഹരിക്കത്തക്ക
ഒരു സാഹചര്യമല്ല ഉള്ളത്. അതുകൊണ്ടാണ് ഈ വിശ്വാസത്തിൻ്റെ ആത്മീയതയുടെ വഴി തന്നെ കാന്തപുരത്തെ പോലെയുള്ള ഒരു മഹാൻ കണ്ടെത്തിയത്. അദ്ദേഹത്തെ പോലെ അദ്ദേഹം ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി ആണെങ്കിൽ അദ്ദേഹത്തെ പോലെ ഈ ലോകത്തുള്ള മറ്റ് രാജ്യങ്ങളിലെ വലിയ വലിയ മുഫ്തികളുമായൊക്കെ തന്നെ അദ്ദേഹത്തിന് ബന്ധമുണ്ട്. ആ തരത്തിലൊരു ബന്ധമാണ് അദ്ദേഹം ഇവിടെയും ഉപയോഗിച്ചത്. ഷേഖ് ഹബീബ് ഉമർ ബിൻ ഹാഫിസ് എന്ന് പറയുന്ന യമന്റെ ഗ്രാൻഡ് മുഫ്തി അല്ലെങ്കിൽ ആ തലത്തിലുള്ള ഒരു മഹാപണ്ഡിതനുമായിട്ടാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ബന്ധപ്പെട്ടതും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ കുടുംബത്തിലേക്ക് കടന്നു ചെല്ലാനും ആദ്യമായി കഴിഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ മരണപ്പെട്ട തലാലിന്റെ കുടുംബത്തെ സമീപിക്കുവാനും അവരെ ഉപദേശിച്ച് അല്ലെങ്കിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കി അവരുടെ വൈകാരികമായ മാനസികാവസ്ഥയിൽ ഒരു അയവ് വരുത്തുവാനും ആത്മീയതയുടെ മാർഗമേ കഴിയൂ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. കാരണം അത്രത്തോളം ആത്മീയതയിൽ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ അടിത്തറയിൽ അടിയുറച്ച് കഴിയുന്ന ഒരു സമൂഹമാണ് സൗദി അറേബ്യയിലും യമനിലുമൊക്കെ ഉള്ള അറബികൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ നഷ്ടപ്പെട്ടു പോയ സഹോദരന്റെ ജീവന് പോലും നാളെ പരലോകത്ത് ഒരു വലിയ വെളിച്ചമായി തീരുവാൻ ഈ പ്രവൃത്തിക്ക് കഴിയും എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി ബോധിപ്പിക്കുവാൻ കഴിയുന്ന ആത്മീയ ലെവലിൽ നിൽക്കുന്ന ഒരാളുടെ ഇടപെടൽ കൊണ്ട് മാത്രമേ അവരിലൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയൂ എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നയാളാണ് കാന്തപുരം ഉസ്താദ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ മാർഗം തന്നെ സ്വീകരിച്ചത്. ഒരു പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട്, ദൈവത്തിൽ ഭരമർപ്പിച്ചുകൊണ്ട് ആ വഴിക്ക് അദ്ദേഹം നീങ്ങിയതിൻ്റെ ഏറ്റവും വലിയ കാരണം അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ലൈനിൽ തന്നെയാണ് ഇപ്പോഴും ഇതിൻ്റെ തുടർ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് മരണപ്പെട്ട തലാലിൻ്റെ സഹോദരൻ ഫത്താഹ്, അദ്ദേഹം ഇതുവരെയും ഒന്ന് അടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി ദയാധനം സ്വീകരിച്ചുകൊണ്ട് നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുക്കുക എന്നുള്ള ഒരു ഭാഗത്തേക്ക് അടുത്തിട്ടില്ല. ഇപ്പോഴും അതിന് തയ്യാറല്ല എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുകയാണ്. അതിനിടയിലാണ് വാർത്തകളിലൂടെ അറിയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ, നമ്മുടെ ഒരു വിഭാഗം വൃത്തികെട്ട മലയാളികൾ, അവർ സോഷ്യൽ മീഡിയയിലൂടെ ഇതിനെതിരെ നടത്തിയ പ്രതികരണങ്ങൾ, ഈ തലാലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും നിമിഷപ്രിയയെ ന്യായീകരിച്ചുകൊണ്ടും നടത്തിയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ, അതുപോലെ തന്നെ ഈ ഫത്താഹ്, ഈ തലാലിന്റെ സഹോദരൻ ഫത്താഹ് ഇട്ട സാമൂഹ്യ മാധ്യമ കുറിപ്പിനടിയിൽ പോയി ഈ തലാലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള, കൃഷ്ണപ്രിയയെ ന്യായീകരിച്ചുകൊണ്ടുള്ള കമന്റുകൾ, അതൊക്കെ ഈ മധ്യസ്ഥാശ്രമത്തെ അങ്ങേയറ്റം പിറകോട്ടടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് വാർത്തകളിലൂടെ അറിയുന്നത്. എത്ര കഷ്ടമാണ് നമ്മുടെ മലയാളികൾ. ഇതിനെ അംഗീകരിക്കാത്തവർ നിശബ്ദരായിരുന്നുകൂടെ? ഒന്നുമില്ലെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി, നഷ്ടപ്പെട്ടതോ നഷ്ടപ്പെട്ടു കഴിഞ്ഞു, സംഭവിച്ചതോ ഒക്കെയോ സംഭവിച്ചു കഴിഞ്ഞു. ഇനി ഒരു പെൺകുട്ടിയുടെ ജീവൻ ബലി കൊടുത്തിട്ട് എന്ത് നേടാനാണ്? ഒരമ്മയുടെ അല്ലെങ്കിൽ ഈ പെൺകുട്ടി പ്രസവിച്ച ഒരു കുഞ്ഞിൻ്റെ
വേദന ഈ ഭൂമിയിൽ അവശേഷിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ എന്തിന് ആഗ്രഹിക്കണം? ചെയ്തത് തെറ്റാണെങ്കിൽ ഏകദേശം 8-9 വർഷത്തോളം ജയിൽ ശിക്ഷ ആ സ്ത്രീ അനുഭവിച്ചു കഴിഞ്ഞു. ഇനിയും തന്നെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയാൽ എത്രത്തോളം നാൾ ജയിലിൽ കിടക്കേണ്ടി വരുമെന്നും നമുക്കറിയില്ല. സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ചെറുപ്പക്കാരൻ അതിന്റെ ദയാധനം എല്ലാം കൊടുത്ത് മോചിതനായി. എങ്കിൽ തന്നെയും കോടതി 20 കൊല്ലമാണ് കോടതിയുടെ അല്ലെങ്കിൽ സൗദി ഗവൺമെന്റിന്റെ നിയമത്തിന്റെ ശിക്ഷ എന്ന് പറയുന്നത്. അതിൽ ആ ചെറുപ്പക്കാരന് ഏകദേശം 19 കൊല്ലത്തോളം ഇപ്പോൾ ജയിലിൽ കിടന്നു കഴിഞ്ഞു. അതിനർത്ഥം ഇനി 1 കൊല്ലം കൂടി തികച്ചിട്ട് അയാൾക്ക് പുറത്തു വരാൻ കഴിയുമെന്നുള്ളതാണ്. എന്ന് പറഞ്ഞതുപോലെ ഈ നിമിഷപ്രിയയ്ക്കും വധശിക്ഷ ഒഴിവാകുകയാണെങ്കിൽ എത്ര കാലം ജയിലിൽ കിടക്കണമെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. അപ്പൊ ആ സ്ഥിതിക്ക് ആ മരണശിക്ഷ ഒഴിവാക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒരേ മനസ്സോടെ ഒരേ പ്രാർത്ഥനയോടുകൂടി കുറച്ച് ദിവസങ്ങൾ കാത്തിരിക്കേണ്ടതല്ലേ? അതിനിടയിലാണ് സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരും അവരവരുടെ വികാര പ്രകടനം നടത്തിയത്, അവരവർ ആളാകാൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷെ അതൊക്കെ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്തായിരിക്കുമെന്ന് ആരെങ്കിലും ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നിപ്പോൾ വാർത്താ മാധ്യമങ്ങളെല്ലാം പറയുന്നത് അത് വളരെയേറെ ഈ മധ്യസ്ഥാശ്രമങ്ങളെ പിറകോട്ടടിച്ചിട്ടുണ്ട് എന്നാണ്. ആ തരത്തിൽ എന്താണ് ഇനിയുള്ള മുന്നോട്ടുള്ള കാര്യങ്ങളെന്നറിയാൻ കഴിയാത്ത വിധം ഒരു മരവിപ്പിലാണ് മനുഷ്യൻ. ഇനി അങ്ങോട്ട് എന്തായി തീരുമെന്ന് ചിന്തിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പതിനാറാം തീയതി നടക്കുമെന്ന് നമ്മയെല്ലാം പരിഭ്രമപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ ഒരു ശിക്ഷാവിധി അത് മാറിയത് ഒരു വലിയ അത്ഭുതം പോലെയാണ്. ഒരു ദൈവനിശ്ചയം മാത്രമാണ്. കാരണം അതിലിടപെടാനുള്ള എല്ലാ വഴികളും അടഞ്ഞിട്ട് അവസാനം ഒരു തൂവെളിച്ചം പോലെ, ഒരു പ്രകാശധാര പോലെ വന്നുപെട്ടതാണ് കാന്തപുരം ഉസ്താദിന്റെ ചിന്തയിൽ ഉദിച്ച അദ്ദേഹത്തിന്റെ പരിശ്രമത്തിലൂടെ ഉണ്ടായ ആ ഒരു നീക്കം എന്നുള്ളത്. അതിന് പലരും ഇപ്പോൾ പിതൃത്വം അവകാശപ്പെടുന്നുണ്ട്. പിതൃത്വം ആരെങ്കിലുമൊക്കെ അവകാശപ്പെടട്ടെ, പക്ഷെ അത് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അവിടെ എന്തായിരുന്നാലും ഒരു ശക്തി പ്രവർത്തിച്ചിട്ടുണ്ട്, ഒരു സൂക്ഷ്മമായ പരിശ്രമം നടന്നിട്ടുണ്ട്. അത് എങ്ങനെയുണ്ടായി, ഏതു വിധത്തിലുണ്ടായി എന്നുള്ളത് നമുക്ക് വ്യക്തവുമാണ്. നാം പറഞ്ഞതുപോലെ ലോകരാജ്യങ്ങൾ ഇടപെട്ടിട്ടോ, ലോക നേതാക്കൾ ഇടപെട്ടിട്ടോ, ഭരണകർത്താക്കൾ ഇടപെട്ടിട്ടോ എന്നതിനെല്ലാം അപ്പുറം ആ മനുഷ്യരുടെ മനസ്സിനെ അല്പമെങ്കിലും ചലിപ്പിക്കുവാൻ കഴിയുന്ന ആത്മീയതയുടെ വഴി, അല്ലെങ്കിൽ ദൈവം ഇന്നത് കൽപ്പിച്ചിട്ടുണ്ട്, അത് ചെയ്താൽ ആ മരിച്ചുപോയ മനുഷ്യന്, ആ ആത്മാവിന് ഗുണമുണ്ടാകുമെന്ന് വേണ്ട വിധം പറഞ്ഞു കൊടുക്കുവാനുള്ള ഒരു ശക്തി അവിടെ പ്രവർത്തിച്ചു. അതിൽ നിന്നുണ്ടായ ഒരു പ്രതിഫലനമാണ് തീർച്ചയായും ഈ ശിക്ഷ മരവിപ്പിക്കുവാനും അത് ഈ ശിക്ഷ മരവിപ്പിച്ച് ഇന്ന് കാണുന്ന തരത്തിൽ നിർത്തുവാൻ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് എന്ന് നമുക്ക് വിശ്വസിച്ചേ പറ്റൂ. തുടർന്നും
ആ തരത്തിലുള്ള ശക്തിവിശേഷങ്ങൾ ഇതിലിടപെടട്ടെ. ആ പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടാതെ ഈ നാട്ടിലേക്ക് തിരിച്ചു വരുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സാൽ പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം, അതിനുവേണ്ടി കാത്തിരിക്കാം. നമസ്കാരം.